ഒരാളുടെ ഭാവനയിൽ നിന്നും എഴുതിയുണ്ടാക്കുന്ന ഒന്നാണ് സിനിമ. മലയാളത്തിലെ ചില സിനിമകൾ എഴുതിയത് നിങ്ങൾ ആരും പ്രതീക്ഷിക്കാത്ത ചില വ്യക്തികളാണ്. ഇവർ സ്ഥിരം കഥ എഴുത്തുകാരോ തിരക്കഥാകൃത്തുകളോ അല്ല. പക്ഷെ അവരുടെ മറ്റു മേഖലയിൽ അവർ തെളിഞ്ഞു നിൽക്കുന്ന സമയത്ത് അവർ സിനിമ എഴുതിയിട്ടുണ്ട്. അത്തരം ചിലരെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. 1997 അനിൽ ചന്ദ്ര സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ ചിത്രമാണ് രാജതന്ത്രം. സിനിമയിൽ ഇന്നസെന്റ്, ചിത്ര, കാവേരി, ജഗദീഷ് തുടങ്ങിയവരാണ് കേന്ദ്ര കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചത്. ഇന്നസെന്റ് അവതരിപ്പിച്ച മാധവൻ എന്ന കഥാപാത്രം കടക്കാരിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ഒരു തന്ത്രം ഉപയോഗിക്കുന്നതാണ് സിനിമയുടെ കഥ. എല്ലാ സ്വത്തുക്കളും നിന്റെ പേരിലാക്കി നിന്നെ ഡൈവേഴ്സ് ചെയ്താൽ ഈ കടക്കെണിയിൽ നിന്നും ഞാൻ അതിവിദഗ്ധമായി തലയൂരും. ഒരു സൈഡിൽ ജഗദീഷിന്റെയും കാവേരിയുടെയും ലവ് സ്റ്റോറിയും പറയുന്നുണ്ട്. സിനിമയിൽ കോടതി നിയോഗിച്ച ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനായി ജഗദീഷ് ശ്രീകുമാറുമുണ്ട്. ഇതൊക്കെ പറയാൻ താനാരാ? സിംഹം. സിംഹോ? അതെ, അഡ്വക്കേറ്റ് ആറ്റുവാശ്ശേരി പ്രതാപസിംഹം, എൻക്വയറി കമ്മീഷണർ. ഈ സിനിമയുടെ കഥ, തിരക്കഥ, സംഭാഷണം എഴുതിയിരിക്കുന്നത് ആർ ശ്രീകണ്ഠൻ നായരാണ്. മലയാള ടെലിവിഷൻ രംഗത്ത് ഒഴിച്ചുകൂടാനാവാത്തൊരു വ്യക്തിത്വമാണ് ശ്രീകണ്ഠൻ നായർ. ആദ്യകാലത്ത് ഏഷ്യാനെറ്റിലും പിന്നീട് മഴവിൽ മനോരമയിലും സൂര്യയിലും ഇപ്പോൾ ഫ്ലവേഴ്സിലും 24-ലും എല്ലാം തന്നെ നമ്മൾ അദ്ദേഹത്തെ കാണുന്നുണ്ട്. ലീഗൽ കാര്യങ്ങൾ മെയിൻ പ്ലോട്ടായി വരുന്ന ഈ ഒരു സിനിമ എഴുതിയത് അദ്ദേഹമാണ്. ഇതിനു മുമ്പും നമ്മൾ അദ്ദേഹത്തെ ഒരുപാട് സിനിമകളിൽ കണ്ടിട്ടുണ്ട്. എല്ലാ സിനിമകളിലും അദ്ദേഹം അഭിനയിച്ചിരിക്കുന്നത് ടെലിവിഷൻ ആങ്കറായിട്ട് തന്നെയാണ്. 2013 ബ്ലസ്സി ചിത്രം കളിമണ്ണിൽ അവസാന ഭാഗത്ത് അദ്ദേഹത്തെ കാണാം. 2011 പൃഥ്വിരാജ് അഭിനയിച്ച രഞ്ജിത് ശങ്കർ ചിത്രമായ അർജുനൻ സാക്ഷിയിലും അദ്ദേഹമുണ്ട്. ഫിറോസ് മൂപ്പൻ മരിച്ച് ഒരു കൊല്ലം കഴിഞ്ഞിട്ടും അദ്ദേഹം ഏറെ ചർച്ച ചെയ്യപ്പെടുന്നു. എന്തുകൊണ്ട്? അതിനുത്തരം ഒന്നേ ഉള്ളൂ. 2001 ജയറാം ചിത്രമായ വക്കാലത്ത് നാരായണൻകുട്ടിയിലും അദ്ദേഹത്തെ നമുക്ക് കാണാം. വക്കാലത്ത് നാരായണൻകുട്ടി പ്രതിക്കെതിരായ തെളിവുകളുമായി കോടതിയിൽ ഹാജരാകുമെന്ന് ഞങ്ങളുടെ പാലക്കാട് ബ്യൂറോ റിപ്പോർട്ട് ചെയ്തു. ഞങ്ങൾ സന്തുഷ്ടരാണ് സിനിമയിൽ ഒരു രംഗത്ത് അദ്ദേഹം മുഴുവനായിട്ടും അഭിനയിക്കുന്നുണ്ട്. മനം പോലെ മംഗല്യം എന്ന പരിപാടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പോലീസ് കമ്മീഷണറും ഗായകനും മികച്ച കലാകാരനുമായ മിസ്റ്റർ സഞ്ജീവൻ IPS. ആ സിനിമയിൽ ഒരു TV അവതാരകനായി തന്നെയാണ് അദ്ദേഹം വരുന്നതും. അദ്ദേഹത്തിന്റെ ഭാര്യ കേരള പോലീസ് ഡയറക്ടർ ജനറലിന്റെ മകൾ മിസസ് ഗീതു സഞ്ജീവ്. 1996 ശ്രീപ്രകാശ് സംവിധാനം ചെയ്തുകൊണ്ട് പുറത്തിറങ്ങിയ ചിത്രമാണ് നാലാം കെട്ടിലെ നല്ല തമ്പിമാർ. ഈ ഒരു സിനിമയിൽ ബാബുരാജന്റെ കഥാപാത്രം TV കാണുന്ന ഒരു രംഗമുണ്ട്. കേന്ദ്രത്തിന്റെ അവഗണനയ്ക്കെതിരെ പ്രത്യക്ഷ സമരപരിപാടികൾ ആരംഭിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് ശ്രീ KT ജോണി ഇന്ന് നിയമസഭയിൽ പ്രസ്താവിച്ചു. SKന്റെ പഴയ ലുക്ക് ആ സിനിമയിൽ കാണാം. തിലകൻ, വിജയരാഘവൻ, കലാഭവൻ മണി, പ്രിയാരാമൻ തുടങ്ങിയവരൊക്കെയാണ് ആ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ശ്രീകണ്ഠൻ നായരാണ് ആ സിനിമയുടെ തിരക്കഥയും സംഭാഷണവും GA ലാലിന്റെ കൂടെ എഴുതിയിരിക്കുന്നത്. കുറ്റപ്പെടുത്തിയും ക്രൂരത കാട്ടിയും എന്റെ ജീവിതം നശിപ്പിച്ച ശേഷം പ്രേമനൊമ്പരം കൊള്ളുന്ന ഒരു സിനിമാറ്റിക് നായിക വേഷം എന്റെ അടുത്ത് കേട്ടണ്ട. എന്റെ വിധി എനിക്ക് മാത്രമായി തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞു. 2018 അനിൽ രാധാകൃഷ്ണൻ മേനോൻ സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ ചിത്രമാണ് ദിവാഞ്ചി മൂല ഗ്രാൻഡ് പിക്സ്. ഈ സിനിമയുടെ പ്രത്യേകത മറ്റു പഴയ പല മലയാള സിനിമകളിലെയും കഥാപാത്രങ്ങളെ ഈ സിനിമയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. സംശയാസ്പദമായ സാഹചര്യത്തിൽ ഒരു 4 ഇവിടെ വന്നിട്ടുണ്ടല്ലോ. സപ്തമശ്രീ, തസ്കരാഹ, തൂവാനത്തുമ്പികൾ, പ്രാഞ്ചിയേട്ടൻ തുടങ്ങിയ സിനിമകളായിരുന്നു അത്. മലയാള സിനിമകളിലെ യൂണിവേഴ്സുകളെ കുറിച്ച് പറയുന്ന വീഡിയോയിൽ നമ്മൾ ഈ സിനിമയെ കുറിച്ച് പറഞ്ഞതാണ്. കസ്തൂരിമാൻ സിനിമയിലെ സാജൻ ജോസഫ് IAS എന്ന കുഞ്ചാക്കോ ബോബൻ കഥാപാത്രമാണ് ഈ സിനിമയിലെയും നായകൻ. വർഷങ്ങളായി മുടങ്ങിക്കിടക്കുന്ന ഒരു ബൈക്ക് റേസ് കളക്ടർ ഇടപെട്ടുകൊണ്ട് നടത്തുന്നതാണ് ഈ സിനിമയുടെ കഥ. ഈ സിനിമയുടെ തിരക്കഥ എഴുതിയിരിക്കുന്നതും ഒരു കളക്ടറാണ്. കോഴിക്കോട് കളക്ടറായ സമയത്ത് കളക്ടർ ബ്രോ എന്നറിയപ്പെട്ട N പ്രശാന്ത് നായർ എന്ന പേരിലാണ് അനിൽ രാധാകൃഷ്ണ മേനോന്റെ കൂടെ ദിവാഞ്ചി മൂല എന്ന ഈ ഒരു സിനിമയുടെ തിരക്കഥ അദ്ദേഹം എഴുതിയിരിക്കുന്നത്. പിന്നീട് ഒരുപാട് വിവാദങ്ങളിലൂടെ പത്രവാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. പ്രശാന്ത് നായർ ഒരുപാട് ഷോർട്ട് ഫിലിമുകൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം സിനിമയിൽ അഭിനയിച്ചിട്ടുമുണ്ട്. 2021 ജൂഡ് ആന്റണി ജോസഫിന്റെ സാറ സിനിമയിൽ ഒരു കഥാപാത്രത്തെ പ്രശാന്ത് നായർ അവതരിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് ഈ പടം ചെയ്യാടോ. 1990 റെക്സ് സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ ചിത്രമാണ് ചാമ്പ്യൻ തോമസ്. ഒരു വ്യക്തി പെട്ടെന്ന് മറ്റൊരു വ്യക്തിയെ പോലെ പെരുമാറുന്നതും പ്രവർത്തിക്കുന്നതുമാണ് ഈ സിനിമയുടെ കഥ. അതായത് സാധാരണക്കാരനായ വേലായുധൻ എന്നൊരാൾ ഒരു അത്ലറ്റായ തോമസിനെ പോലെ പ്രവർത്തിക്കുകയും പെരുമാറുകയും ചെയ്യുന്നു. ഒരു ആശുപത്രിയിൽ നിന്നും വന്ന ശേഷമാണ് വേലായുധൻ പിന്നീട് തോമസായി മാറുന്നത്. അതിനെ ഡബിൾ പേഴ്സണാലിറ്റി എന്ന് പറയും. ഈ സംഭവത്തിന് ഒരു വ്യക്തി ചില പ്രത്യേക സാഹചര്യത്തിൽ കുറച്ചു നേരത്തേക്ക് മറ്റൊരു വ്യക്തിയുടെ സ്വഭാവങ്ങളും പെരുമാറ്റങ്ങളും കാണിച്ചു എന്ന് വരും. സിനിമയിൽ അത് മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ ആയിട്ടോ പ്രേതമായിട്ടോ ഒക്കെയാണ് കാണിക്കുന്നത്. മണിച്ചിത്ര താഴിനും നൻപകൽ നേരത്ത് മയക്കത്തിനും എല്ലാം മുമ്പ് ഇത്തരത്തിലൊരു പ്ലോട്ട് എഴുതിയത് നടൻ ജഗദീഷ് ശ്രീകുമാറാണ്.
ചാമ്പ്യൻ തോമസ് എന്ന സിനിമയുടെ കഥ, തിരക്കഥ, സംഭാഷണം ജഗതി ശ്രീകുമാറാണ്. കാർ ഓടിക്കാനോ? നല്ല ശേലായി. എനിക്ക് സൈക്കിൾ പോലും ചവിട്ടാൻ അറിയാൻ മേല, പിന്നെ ആ കാറ്. വേലായുധൻ എന്ന ക്യാരക്ടറിനെയും തോമസിന്റെ ആറ്റിറ്റ്യൂഡും എല്ലാം തന്നെ ജഗതി ശ്രീകുമാർ ഈ സിനിമയിൽ വളരെ രസകരമായിട്ട് തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. ആന്റോയെ ഞാൻ തോൽപ്പിച്ചിരിക്കും, ഇല്ലെങ്കിൽ എന്റെ പേര് ഞാൻ മാറ്റി. യഥാർത്ഥ തോമസിന്റെ ആഗ്രഹങ്ങൾ വേലായുധനിലൂടെ നിറവേറുമ്പോഴാണ് സിനിമ അവസാനിക്കുന്നത്. 1994 വിജി തമ്പി സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു പിടക്കോഴി കൂവുന്ന നൂറ്റാണ്ട്. ഉർവശി, മനോജ് കെ ജയൻ, കൽപ്പന, ജഗതി തുടങ്ങിയവരായിരുന്നു സിനിമയിലെ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. റിപ്പീറ്റ് വാല്യൂ ഉള്ള ഒരുപാട് കോമഡി രംഗങ്ങളുള്ള ഈ ഒരു സിനിമ എഴുതിയത് നടി ഉർവശി തന്നെയാണ്. ഈ ഒരു സിനിമ നിർമ്മിച്ചിരിക്കുന്നതും ഉർവശിയാണ്. നോട്ടുമാല, നാരങ്ങ എന്നിവയൊക്കെ നൽകി എന്നെ സ്നേഹം കൊണ്ട് വീർപ്പൂട്ടിക്കരുതേ എന്നെ അപേക്ഷിക്കുക. 1992 സുരേഷ് ഉണ്ണിത്താൻ സംവിധാനം ചെയ്ത് സുരേഷ് ഗോപി, ഉർവശി എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് പുറത്തിറങ്ങിയ ചിത്രമാണ് ഉത്സവമേളം. ഉത്സവത്തിനെത്തുന്ന നാടക സംഘത്തിന്റെയും മറ്റും കഥയാണ് ഈ സിനിമ പറയുന്നത്. ഈ ഒരു സിനിമയുടെ കഥയും എഴുതിയിരിക്കുന്നത് ഉർവശി തന്നെയാണ്. 1980 എ ഷെരീഫ് സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ ചിത്രമാണ് ആരോഹണം. പ്രതാപ് പോത്തൻ, നെടുമുടി വേണു, ജലജ തുടങ്ങിയവരെല്ലാം തന്നെ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഈ സിനിമയുടെ തിരക്കഥയും സംഭാഷണവും എഴുതിയിരിക്കുന്നത് നടൻ നെടുമുടി വേണു തന്നെയാണ്. 1989 റിലീസ് ചെയ്ത പൂരം എന്ന സിനിമ എഴുതിയതും സംവിധാനം ചെയ്തതും നെടുമുടി വേണുവാണ്. ഒരു ഗ്രാമത്തിൽ നടക്കുന്ന നാടക ക്യാമ്പിന്റെ കഥയാണ് ആ സിനിമ പറയുന്നത്. വിഷ്ണു, മാധു എന്നിവരായിരുന്നു ആ സിനിമയിലെ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ചെറിയേടം എന്നൊരു കഥാപാത്രത്തെ നെടുമുടി വേണുവും ആ സിനിമയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അതിപ്പോ ഓരോ കീഴ്വഴക്കങ്ങളാവുമ്പോ. മറിമായം സീരീസിലൂടെ എല്ലാം ശ്രദ്ധേയനായ ഒരാളാണ് മണികണ്ഠൻ പട്ടാമ്പി. 2014 മണികണ്ഠൻ പട്ടാമ്പി, ടിനി ടോം എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി അഭിനയിച്ച് പുറത്തിറങ്ങിയ ചിത്രമാണ് ഓടും രാജ ആടും റാണി. വിജു വർമ്മയാണ് ഈ സിനിമ സംവിധാനം ചെയ്തത്. ഈ സിനിമയുടെ കഥ, തിരക്കഥ, സംഭാഷണം എഴുതിയിരിക്കുന്നത് മണികണ്ഠൻ പട്ടാമ്പി തന്നെയാണ്. 1997 നടൻ ക്യാപ്റ്റൻ രാജു സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു ഇതാ ഒരു സ്നേഹഗാഥ. ഈ സിനിമയുടെ കഥയും സുധീർ ബാബുവിന്റെ കൂടെ തിരക്കഥയും എഴുതിയിരിക്കുന്നത് ക്യാപ്റ്റൻ രാജു തന്നെയാണ്. ആ മലയാള ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് വിക്രം, ലൈല എന്നിവരായിരുന്നു. പിന്നീട് തമിഴിൽ വിക്രം, ലൈല സിനിമകൾ വമ്പൻ ഹിറ്റുകളായി മാറി. 2002 ഇതാ ഒരു സ്നേഹഗാഥയുടെ തമിഴ് വേർഷൻ റിലീസ് ചെയ്യുന്നു. ത്രിൽ എന്നായിരുന്നു ആ ചിത്രത്തിന് തമിഴിൽ നൽകിയ പേര്. തമിഴിൽ സംവിധായകന്റെ പേര് രാജ് എന്നാണ് കാണിച്ചിരിക്കുന്നത്. പുതുതായി ചില രംഗങ്ങൾ ആഡ് ചെയ്തുകൊണ്ട് കഥ മാറ്റിമറിച്ചിട്ടുള്ള ഡബ്ബിംഗ് സിനിമകളെ കുറിച്ച് പറയുന്ന വീഡിയോയിൽ നമ്മൾ ഈ സിനിമയെ കുറിച്ച് പറഞ്ഞിരുന്നു. ക്യാപ്റ്റൻ രാജു എഴുതി സംവിധാനം ചെയ്ത മറ്റൊരു സിനിമയായിരുന്നു മിസ്റ്റർ പവനായി 99.99. ന്യൂ ജനറേഷൻ കില്ലേഴ്സ് ഉപയോഗിക്കുന്ന എല്ലാത്തരം ലേറ്റസ്റ്റ് വെപ്പൺസും ഇതിനകത്തുണ്ട്. അദ്ദേഹത്തിന്റെ മരണശേഷമായിരുന്നു ആ സിനിമ റിലീസ് ചെയ്തത്. ദിലീപ്, മോഹൻലാൽ എന്നിവർ അഭിനയിച്ച് പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു ബബ്ബബ്ബ. സിനിമയുടെ കഥ, തിരക്കഥ, സംഭാഷണം എഴുതിയിരിക്കുന്നത് ഫഹീം സഫറിന്റെ കൂടെ നടി നൂറിൻ ഷെരീഫും ചേർന്നുകൊണ്ടാണ്. ഇതുപോലെയുള്ള സിനിമാ വിശേഷങ്ങളെക്കുറിച്ച് നിങ്ങൾക്കറിയാമെങ്കിൽ അവ കമൻറ്റ് ചെയ്യുമല്ലോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമല്ലോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ ഇതുവരെ കണ്ടതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുമല്ലോ. മറ്റൊരു രസകരമായ വീഡിയോയുമായി വീണ്ടും വരാം. പീസ്.